എനിക്കറിയാം നിങ്ങളിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ എം ടോക്കിംഗ് ടു ദി വൺസ് ഹു ഹാവ് നോട്ട് ക്ലിയർഡ് ദിസ് സെപ്റ്റംബർ അറ്റംപ്റ്റ്. പക്ഷേ ഓരോ സെറ്റ് ബാക്കിനും ഒരു കംബാക്ക് ഉണ്ട്. സോ ബിലീവ് ആൻഡ് ട്രസ്റ്റ് ഓൺ യുവർ പ്രോസസ്സ്. ഓക്കെ, നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ഡിസൈഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവത്തില്ല. പക്ഷേ അതൊന്നും നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല, പുറകോട്ട് വലിക്കാൻ പാടില്ല. സർട്ടൻ സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഞാൻ CA ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി ഏതെങ്കിലും വർക്ക് ഓപ്ഷൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ CA നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും വർക്ക് ഓപ്ഷൻസ് കിട്ടുമോ, ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ അൾട്ടിമേറ്റ് ഗോളല്ല. ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ആ പർട്ടിക്കുലർ ഡിപ്രഷനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസ് മാത്രമാണ്. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ CA ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്, ഒരു സക്സസ്ഫുൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ പർട്ടിക്കുലർ ഇൻ്റർ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. സോ സെപ്റ്റംബർ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജാനുവരി അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നല്ല. യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് വെൽ, നല്ലപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ ഡിസൈഡ് ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറ്റംപ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, സോ ജാനുവരി 25 അറ്റംപ്റ്റിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഫുള്ളി അതിലേക്ക് മാറ്റുക. യെസ്, 1 or 2 days നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം എടുക്കാം, റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യാം. ഓക്കെ, ബട്ട് ആഫ്റ്റർ 2 days, മാക്സിമം ആഫ്റ്റർ 2 days നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബി ബാക്ക് ഓൺ ട്രാക്ക്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള ഫോക്കസ് നിങ്ങൾ മാറ്റിയേക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്റ്റ് എക്സാമിൽ എന്താണോ മിസ്റ്റേക്ക് വരുത്തിയത് ആ മിസ്റ്റേക്ക് ഇനി ഈ പർട്ടിക്കുലർ അറ്റംപ്റ്റിൽ കൊണ്ടുവരാനായിട്ട് പാടില്ല. സോ നിങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ഏതൊക്കെ ഏരിയാസിലാണ് ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ സർട്ടൻ മിസ്റ്റേക്സ് അല്ലെങ്കിൽ സർട്ടൻ എറേഴ്സ് വരുത്തിയത് ഇൻ ദി പ്രിപ്പറേഷൻ. അത് ഈ അറ്റംപ്റ്റിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, ആൻഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 7th അറ്റംപ്റ്റിലാണ് CA ഇൻ്റർ ക്ലിയർ ആയത്. ആൻഡ് എക്സാംസ് പാസ്സാകാതിരിക്കുമ്പോൾ ഒബ്വിയസ്ലി വീട്ടിൽ നിന്നായിക്കോട്ടെ, നാട്ടുകാരിൽ നിന്ന് ആയിക്കോട്ടെ, ഫ്രണ്ട്സ്, അതേപോലെ തന്നെ മറ്റ് റിലേറ്റീവ്സൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ അതൊരു മോട്ടിവേഷനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പാസ്സാവാം. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അറ്റംപ്റ്റ് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ മേ ബി യു ഹാവ് ടേക്കൺ n നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നെവർ മാറ്റേഴ്സ്. നമ്മുടെ പ്രിപ്പറേഷനാണ് നമ്മുടെ അൾട്ടിമേറ്റ് തിങ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്സ് മാറ്റി വെക്കുക, പ്രിപ്പയർ വെൽ, ആ ഒരു കൺസിസ്റ്റൻസി ആൻഡ് ഡെഡിക്കേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, എക്സാം ക്ലിയർ ആക്കാം. ആൻഡ് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈവ് വീഡിയോസ്, മെൻറ്ററിങ്, ഡെയിലി സ്റ്റഡി പ്ലാൻ, മറ്റ് അതർ ആസ്പെക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രൂപ്പ് 2 ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്താൽ അതിനെ ബെനിഫിറ്റ്സ് എടുക്കാം. അപ്പം ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഫുൾ ഈ ഒരു പർട്ടിക്കുലർ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എനിക്ക് സ്പെഷ്യലി ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ അറ്റംപ്റ്റ് 2 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഫൈൻ. ബട്ട് ഒരു ഗ്രൂപ്പ് ഫോക്കസ് ചെയ്തിട്ട് ഈ അറ്റംപ്റ്റ് ആ ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, സോ അതാണ് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങളോട് പറയാനുള്ളത്. നെവർ ഗിവ് അപ്പ് യുവർ സെൽഫ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സെറ്റ് ഇറ്റ് ഓൺ യുവർ മൈൻഡ് ദാറ്റ് ജാനുവരി 25 ഈസ് ആർ ഫോക്കസ്. നമ്മുടെ എയിം ജാനുവരി 25 അറ്റംപ്റ്റ് ആണ്. ആ അറ്റംപ്റ്റിൽ നിങ്ങൾ ക്ലിയർ ആകും. ആൻഡ് യുവർ മെസ്സേജ്, സർ പാസ്സായി എന്നുള്ള ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ ജാനുവരി 25.